ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ പാക് സൈന്യത്തിലും ആഭ്യന്തര കലാപമുണ്ടാകുകയാണിപ്പോൾ. പാക് സൈനിക മേധാവിയായ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫ് അതായത് ജനറൽ അസീം മുനീർ, ഇയാളെ ഇപ്പോൾ സൈന്യം കസ്റ്റഡിയിലെടുത്തു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ യുദ്ധം ഒരുപക്ഷെ ഇത്രയും രൂക്ഷമാകാൻ തന്നെ കാരണക്കാരനായ ഒരു വ്യക്തിയാണ് അസീം മുനീർ. ഇന്ത്യക്കെതിരെ ഘോരം നാവിട്ടടിക്കുകയായിരുന്നു കക്ഷി. ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിയിലായി എന്നാണ് കേൾക്കുന്നത്. രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയ ജനറൽ അസീം മുനീറിനെ അറസ്റ്റ് ചെയ്യുകയും രാജ്യദ്രോഹ കുറ്റത്തിന് സൈനിക വിചാരണയ്ക്ക് വിധേയനാക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ അസീം മുനീറിന്റെ രാജിയും ആവശ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാന്റെ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ജനറൽ സാഹിർ ഷംഷദ് മിർസയുടെ നേതൃത്വത്തിലാണ് ജനറൽ അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ കസ്റ്റഡിയിലാണോ അസീം മുനീർ ഉള്ളത്, അതോ ഇന്ത്യൻ കസ്റ്റഡിയിലാണോ അസീം മുനീർ ഉള്ളത് എന്ന് ഇനിയും മാധ്യമങ്ങൾ ശരിക്കും വ്യക്തമായി പുറത്തു പറഞ്ഞിട്ടില്ല. ഇന്ത്യ ഇയാളെ പിടിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതല്ല, പാക് സൈന്യം തന്നെയാണ് ഇയാളെ പിടിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ജനറൽ അസീം മുനീറിന് പകരം സാഹിർ ഷംഷദ് മിർസ എന്ന് പറയുന്ന പാകിസ്ഥാന്റെ പുതിയ ആർമി ചീഫായി ചുമതലയേൽക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ പ്രചരിക്കുന്ന വാർത്തകളിൽ പാകിസ്ഥാൻ സർക്കാരോ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗമായ ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഒരു പ്രതികരണങ്ങളും ഇതുവരെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ വിയോജിപ്പുകളെ നിശബ്ദമാക്കുന്നതിനും തെരഞ്ഞെടുപ്പുകളിൽ കൃത്രിമം കാണിക്കുന്നതിനും മാധ്യമ സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നതിനും രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ വഷളാക്കുന്നതിനും ജനറൽ മുനീർ സൈന്യത്തെ ഉപയോഗിക്കുന്നതായി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ആരോപിച്ചിരുന്നു. ഇത് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതിന് വേണ്ടി, നമ്മുടെ രാജ്യം നശിച്ചു കാണുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഇന്ത്യയെ അടിക്കുമ്പോൾ സന്തോഷിക്കുന്ന, പാകിസ്ഥാൻ വിജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന, പാകിസ്ഥാനെ തിരിച്ചടിക്കുമ്പോൾ പാകിസ്ഥാന് വേണ്ടി മോങ്ങുന്ന കുറെ മനുഷ്യ ജന്മങ്ങൾ എന്ന് പറയാം. അങ്ങനത്തെ കുറെ കീടങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അവരിൽ ഒരാളെ നമ്മുടെ TG മോഹൻദാസ് അഡ്വക്കേറ്റ് വലിച്ചു കീറുന്ന ചില വീഡിയോകളും വന്നിട്ടുണ്ട്. മുറുകി വരികയാണ്. ആദ്യത്തെ ഒരടിയും യുദ്ധം മുറുകി വരികയാണ്. ആദ്യത്തെ ഒരടിയോടെ അവസാനിച്ചു എന്ന് ഞാൻ കരുതി കേട്ടു. അതിന് കാരണം, അതായത് സാധാരണ ബാലാക്കോട്ടൊക്കെ അങ്ങനെയായിരുന്നു. ഒരു സൈനിക കേന്ദ്രം ആക്രമിച്ച് കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ അങ്ങ് അവസാനിച്ചു യുദ്ധം. പക്ഷെ അതുപോലെ ഒരു ഭീകര കേന്ദ്രം ആക്രമിച്ചിട്ട് ഇന്ത്യ പോയി വിശ്രമിക്കുമെന്നാണ് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ ധരിച്ചിരുന്നത്. ഇന്ത്യൻ ആർമി ഒരു ട്വീറ്റ് ചെയ്തു, ജസ്റ്റിസ് ഹാസ് ബീൻ സെർവ്ഡ്. നീതി നടപ്പാക്കി എന്ന് ഇന്ത്യൻ ആർമി പറഞ്ഞ പിന്നെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ യുദ്ധമൊന്നും ഇല്ലല്ലോ എന്നോർത്ത് ഞാൻ ഇച്ചിരി മനസ്താപം ഉണ്ടായിരിക്കും. ബട്ട് പ്രശ്നമില്ല. വാസ്തവത്തിൽ സർപ്രൈസിന്റെ ഒരു ബഹളമാണ് ഈ യുദ്ധത്തിൽ. നമ്മൾ സാധാരണ ഭാരതം ഇങ്ങനെ ചെയ്യാറില്ല. പ്രെഡിക്റ്റഡ് ലൈൻസിൽ പോകുന്ന ഒരു സ്വഭാവമാണ് ഭാരതത്തിന്റെ. ആ പ്രെഡിക്റ്റഡ് ലൈൻസിൽ പോയാൽ വിജയിക്കാൻ പ്രയാസമാണെന്നും യുദ്ധത്തിന് തന്ത്രം വേണമെന്നും അതിലേത് തന്ത്രവും ഉപയോഗിക്കാമെന്നും എല്ലാം ഭാരതം ഈ യുദ്ധത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം മോക്ക് ഡ്രില്ല് എന്നൊക്കെ പറഞ്ഞു. മോക്ക് ഡ്രില്ലിന്റെ തലേദിവസം രാത്രി തന്നെ കയറി അടിച്ചു. മോക്ക് ഡ്രില്ലിന്റെ തലേദിവസം രാത്രി തന്നെ കയറി അടിച്ചു. ഇത് കഴിഞ്ഞിട്ട് നീതി നടപ്പാക്കി എന്ന് പ്രഖ്യാപിച്ചു. നീതി നടപ്പാക്കിയ പിന്നെ കഴിഞ്ഞില്ല, നിർത്തിയില്ല. പോയി ലാഹോറിലാണ് ഇവിടേക്ക് ഇവന്റെ റഡാറും കുന്തോ എല്ലാം ചൈനക്കാരെന്തോ ഇടപെടൊക്കെ കൊടുത്തിരുന്നു. ഈ സാധനമൊന്നും വർക്ക് ചെയ്യുന്നില്ല. ചൈനക്കാരുടെ പല സാധനങ്ങളും വർക്ക് ചെയ്യാറില്ല, നമുക്കറിയാമല്ലോ. കളിപ്പാട്ടമൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ പിള്ളേരുടെ കയ്യിൽ നിന്ന് ആ സാധനം അതിന്റെ സ്ക്രൂ പോയി, പിന്നെ ആ സാധനം വർക്ക് ചെയ്യില്ല. ഇതാണ് ചൈനയുടെ സ്വഭാവം. ചൈനയ്ക്ക് യുദ്ധം ചെയ്ത് ശീലമില്ലെന്ന്. ചൈന 1962 നമ്മൾ വേണ്ടി യുദ്ധം ചെയ്തതിനു ശേഷം ചൈന ആരും വേണ്ടി യുദ്ധം ചെയ്തിട്ടില്ല. ഗൗരവത്തിലൊരു യുദ്ധത്തിൽ ചൈന ഏർപ്പെട്ടിട്ടില്ല. അവരുടെ വിമാനങ്ങളോ ടാങ്കോ മറ്റു സാധനങ്ങളോ ഒന്നും തന്നെ വാർ ടെസ്റ്റഡ് അല്ല. ആകാശത്ത് പറപ്പിച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ യുദ്ധത്തിൽ. അങ്ങനെയാണ് അവരുടെ വിമാനമൊക്കെ നമ്മൾ വെടിവെച്ച് താഴെയിട്ടിരിക്കുന്നത്. എന്താ JF-17 അത് ഇത് എന്നൊക്കെ പറഞ്ഞുള്ള സാധനങ്ങളൊക്കെ ചുമ്മാ നിലത്തിറങ്ങും. പാകിസ്ഥാൻ ആണെങ്കിൽ ഇത് നേരെ ഓപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞുകൂടാ. സാധനം മേടിച്ചു വെച്ചു, ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു യുദ്ധം നടക്കണം. അപ്പോഴല്ലേ വാർ പ്രൂവൻ ആകുള്ളൂ. അപ്പൊ അത് നിർവാഹമില്ല. പാകിസ്ഥാൻ ഈ സാധനം മേടിച്ച് പെട്ടി അഴിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് അങ്ങ് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ അടിച്ച് നിലംപരിശാക്കി. പാകിസ്ഥാനും നമ്മളെ വൻതോതിൽ ആക്രമിക്കാൻ ശ്രമിച്ചു. ഒരുപാട് ഡ്രോണുകളൊക്കെ വിട്ടു. രാത്രിക്ക് രാത്രി ആകാശത്ത് വെച്ച് തന്നെ ആ ഡ്രോണുകളെല്ലാം ഒരൊറ്റ എണ്ണമില്ലാതെ സകലതും തകർത്തു കളഞ്ഞു. സകലം. പാകിസ്ഥാൻ വലിയ നിരാശയിലാണ്. നമ്മൾ 10-27 എയർപോർട്ടുകൾ ചെറുതും വലുതുമായ അതിർത്തി മുഴുവൻ, അതായത് വടക്ക് കിഴക്ക് ജമ്മു കാശ്മീർ മുതൽ തെക്ക് പടിഞ്ഞാറ് ഗുജറാത്ത് വരെയുള്ള അതിർത്തിയിലെ സകല വിമാനത്താവളങ്ങളും ആവശ്യമുള്ളത് നമ്മൾ അടച്ചു. എന്നിട്ട് നമ്മൾ ജാഗരൂകരായിട്ടിരിക്കുന്നു. ഇപ്പോഴും കാശ്മീരിലെ പൂഞ്ച്, സാംബ, അഖ്നൂർ ഇതുപോലത്തെ സ്ഥലത്ത് കരയുദ്ധം നടക്കുന്നുണ്ട്. കരയുദ്ധത്തിൽ നമ്മുടെ കുറച്ച് ആൾക്കാർ മരിച്ചു. ഓർക്കാപ്പുറത്ത് ഗ്രാമപ്രദേശത്ത് കയറി വെടിവെച്ച് വന്നു. ഇപ്പോൾ നമ്മൾ ഗ്രാമങ്ങളെല്ലാം ഒളിപ്പിച്ചു, തിരിച്ചടി തുടങ്ങി കഴിഞ്ഞു അവിടെ. ഇനിയിപ്പോൾ നിലം തൊടാതെ അങ്ങോട്ട് അടിക്കും.
പാകിസ്ഥാന്റെ കയ്യിൽ ആകെ 4 ദിവസത്തേക്കുള്ള ഡീസലേ ഉള്ളൂ, തിരിച്ചടി. 4 ദിവസത്തേക്കുള്ള വെടിയുണ്ടേ ഉള്ളൂ എന്നൊക്കെ കേൾക്കുന്നു. സത്യമാകാൻ സാധ്യതയുണ്ട്. പട്ടിണിക്കാരല്ലേ എന്ന് കയ്യിൽ വെറുതെ ഈ പൊങ്ങച്ചം പറയുന്നില്ലാതെ ഇതൊന്നും ഇല്ലല്ലോ. വെറുതെ അല്ലാഹു അക്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെടിയുണ്ട വരുമോ? എല്ലാം അല്ലാഹു നടത്തി തരും എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസം മാത്രമാണ്. വിശ്വാസം കൊണ്ടൊന്നും യുദ്ധം ജയിക്കാൻ പറ്റില്ല. തന്നെയുമല്ല, ഖുർആൻ പറഞ്ഞതിനനുസരിച്ചിട്ട് അവരൊരു ചെറിയ സൈന്യമായിരിക്കും. ആര്? ശത്രുക്കള്. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താൽ മതി, അവർ നിങ്ങളുടെ തലയിൽ ഓട്ടയിട്ടുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ട് ശത്രുവിന്റെ മനസ്സിലേക്ക് ഭയം ഇട്ടുകൊടുക്കാം, വിശ്വാസികളുടെ മനസ്സിലേക്ക് ദൃഢവിശ്വാസം, അതായത് ഈമാനിന്റെ പവറും ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 10 പേരേ ഉള്ളൂ, അവർ 1000 പേരുണ്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്തു, അവർ നിങ്ങളുടെ നെഞ്ചിലും തലയിലും തുളയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങൾക്ക് സ്വർഗം ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാം പഠിച്ചവൻ ഖുർആനിലൂടെ പറയുന്നത്. അതല്ലേ എല്ലാം എന്നൊക്കെ ഉള്ളത് പരസ്യവാചകം മാത്രമാണ്. യുദ്ധത്തിന് അതൊന്നും ബാധകമൊന്നുമല്ല. എന്ത് വാങ്ങിക്കോട്ടെ അതിങ്ങനെ കൊടുപ്പിക്കൊള്ളും. ഞാൻ നിങ്ങളോട് വേറൊരു യുദ്ധത്തിന്റെ സിനോറിയോ പറയാം. അത് സൈബർ വാറാണ്. പാകിസ്ഥാനിലെ റാവൽപിണ്ടി, പഴയ അവരുടെ തലസ്ഥാനം റാവൽപിണ്ടിയിലെ ആൾക്കാരുടെ മൊബൈൽ ഫോൺ, ഒരു 10,000 പേരുടെ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിക്കുന്നു പോക്കറ്റിൽ. എന്താ പൊട്ടിത്തെറിച്ചൂടെ? ഇസ്രായേൽ ഹിസ്ബുള്ളക്കാരുടെ പേജിൽ പൊട്ടിത്തെറിപ്പിച്ചതല്ലേ? അത് കഴിഞ്ഞ് വാക്കി ടോക്ക് കയ്യിലെടുത്തപ്പോൾ അത് പൊട്ടിത്തെറിപ്പിച്ചതല്ലേ? എന്തുകൊണ്ട് മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ചുകൂടാ? ചോദ്യം. പൊട്ടിത്തെറിപ്പിക്കാനുള്ള ടെക്നോളജി നമ്മുടെ ഉണ്ട്. നമ്മുടെ ഇല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് അത് ചെയ്യാൻ പറ്റും. 3-4 ദിവസത്തെ പ്ലാനിങ് കൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ യുവതലമുറ അത് ചെയ്യും. ലോകത്തിലെ ഒന്നാന്തരം സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എഞ്ചിനീയേഴ്സ് ഉള്ളത് ഇപ്പോഴും ഭാരതത്തിലാണ്. അവരാണ് അമേരിക്കയിലും ന്യൂസിലാൻഡിലും അവിടെയും ഇവിടെയും എല്ലാം. നിങ്ങൾ ഈ പേജർ പൊട്ടിത്തെറിച്ചാൽ അതിലൊരു മലയാളി എഞ്ചിനീയറുടെ സ്വാധീനം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചെറുപ്പക്കാർ മോശമൊന്നുമല്ല. ഗിവ് ദ ടാസ്ക്. മോനേടാ ഇത് തുളച്ച് കയറിയിട്ട് എന്ത് വഴിക്കും ആയിക്കോട്ടെ മൊബൈലുകൾ. ഏറ്റവും വലിയ ഹാക്കേഴ്സ് ഉള്ളതും മലയാളികളാണ്, ഭാരതത്തിലുള്ള ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും വലിയ പ്രയാസമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഇസ്രായേൽ, മൊസാദൊക്കെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ പാകിസ്ഥാന്റെ മൊബൈൽ ഫോണുകളോ അതല്ലെങ്കിൽ റിമോട്ട് കാറുകളോ ലോറികളോ ഫ്രിഡ്ജുകളോ അതൊക്കെ പൊട്ടിത്തെറിക്കാനൊന്നും വലിയ താമസമൊന്നും വേണ്ടി വരത്തില്ല. കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന വാച്ചുണ്ടല്ല, എന്നാൽ നമ്മുടെ പൾസ് റേറ്റ് അറിയാം, എത്ര അടി നടന്നു എന്നറിയാം, ശ്വാസം എത്രയുണ്ട്, പ്രാണം പോയോ എന്നൊക്കെ അറിയാം സാധനങ്ങൾ. ഇതിന്ന് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. നമ്മുടെ ബ്രെയിനിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ശബ്ദം, താൽക്കാലികമായിട്ട് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ശബ്ദം. ഇതിൽ നിന്നാണ് വരുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ മെന്റലി ഡിസോറിയന്റഡ് ആകും. ഇലക്ട്രിക് വെഹിക്കിൾസ്, അത് ഇപ്പോൾ കിയ എന്ന കാറുണ്ടല്ലോ, കിയ കാറിന്റെ ലൊക്കേഷൻ നിങ്ങൾ എവിടെ ഓടിച്ചാലും, നിങ്ങൾ എന്ത് ഓഫ് ചെയ്താലും ഓൺ ചെയ്താലും എന്ത് ചെയ്ത് കഴിഞ്ഞാലും കിയ കാറിന്റെ ലൊക്കേഷൻ കിയ എന്ന കമ്പനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ഇതാണ് കിയ കാറിന്റെ പ്രത്യേകത. യു ക്യാൻ കൺട്രോൾ ഇറ്റ് ത്രൂ ഇന്റർനെറ്റ്. ഇലക്ട്രിക് വെഹിക്കിൾസിനെ ഇന്റർനെറ്റ് വെച്ച് മാനിപ്പുലേറ്റ് ചെയ്യാം. ഇലക്ട്രിക് വെഹിക്കിൾസ് ഒരു ബോധവുമില്ലാതെ, ഞാൻ ഈ സാമ്പിളായിട്ട് എടുത്ത റാവൽപിണ്ടിയിൽ ഇലക്ട്രിക് കാറുകൾ ഒരു ലക്ഷ്യബോധമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, ഇടിക്കുന്നു, തെറിപ്പിക്കുന്നു, ആകെ കൂടെ പ്രശ്നമാകുന്നു. ആളെ ഇടിക്കുന്നു, ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുന്നു, പട്ടാളക്കാർ ടാങ്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലിടിക്കുന്നു, ആകെ പ്രശ്നമാകുന്നു, അലങ്കോലമാകുന്നു. ATM കാർഡുകൾ ഫംഗ്ഷൻ ചെയ്യുന്നില്ല. ATM കാർഡ് ഫംഗ്ഷൻ ചെയ്തിട്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇന്ത്യൻ 3000 രൂപയ്ക്ക് തുല്യമായ കാശ് ഇപ്പോൾ ATM-ൽ നിന്ന് പാകിസ്ഥാനിൽ എടുക്കാൻ പറ്റുള്ളൂ. പാകിസ്ഥാന് കാശില്ല. അതുകൊണ്ട് ATM-ലെല്ലാം അവർ സോഫ്റ്റ്വെയർ പ്രോഗ്രാം മാറ്റിയിട്ട് മാക്സിമം എടുക്കാവുന്ന തുക 3000 rupees. അത് ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ പാകിസ്ഥാൻ രൂപ 3000-ന് തുല്യമായ തുക. ഇത്രയും എടുക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി ആ സിസ്റ്റം അലമ്പായിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഇത് ഫംഗ്ഷൻ ചെയ്യാതാവുക. ഈ ഫംഗ്ഷൻ കംപ്ലീറ്റ് നിൽക്കുന്നത് നമുക്കില്ല. യുവർ സോഫ്റ്റ്വെയർ നീഡ് നോട്ട് ബി പെർഫെക്റ്റ്. Imperfect software will create imperfect situations in റാവൽപിണ്ടി. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യുന്നത് കൃത്യമൊന്നും. കാരണം നമുക്കൊരു കാറ് പ്രത്യേക സ്ഥലത്ത് പോയി ഇടിക്കണം എന്ന് നമുക്കില്ലല്ലോ. എവിടെയെങ്കിലും പോയി ഇടിച്ചാൽ മതി. അപ്പൊ നിങ്ങളുടെ സോഫ്റ്റ്വെയർ അനുസരിച്ച് എവിടെയെങ്കിലും പോയി ഇടിക്കുകയോ അറിയോ ഇടിക്കാതിരിക്കുകയോ വെറുതെ കിടക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ പോയി ഇടിക്കുകയോ അറിയോ ഇടിക്കാതിരിക്കുകയോ വെറുതെ കിടക്കുകയൊക്കെ ചെയ്യും. അസ്തവ്യസ്തമാക്കുക കംപ്ലീറ്റ്. നമ്മൾ ഈ കാരംസ് കളിക്കുമ്പോൾ ഇങ്ങോട്ട് അടിക്കണം നമുക്ക് തീർച്ചയില്ലാതായിരിക്കണം. നമ്മൾ സ്ട്രൈക്കർ എടുത്തിട്ട് എങ്ങോട്ടൊന്നില്ലാതെ അടിക്കുമല്ലോ. അപ്പൊ കോയിൻ എല്ലാം കൂടെ കലങ്ങി മറിഞ്ഞ് വേറൊരു പാറ്റേൺ രൂപപ്പെടും. പിന്നെ കളി നമുക്ക് ആദ്യം തുടങ്ങാം. ഇതുപോലെ ഈ കാരം ബോർഡിലെ കോയിൻസ് പോലെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് തെറിപ്പിച്ച് നാശമാക്കുക. ദാറ്റ് ഈസ് കോൾഡ് സൈബർ വാർ. ഇതിന്റെ സാമർഥ്യം നമ്മുടെ ചെറുപ്പക്കാർക്കുണ്ട്. ഇനി പോകുന്ന പോലെ ഉണ്ടെങ്കിൽ ഇസ്രായേലിനോട് ചോദിച്ചാൽ സന്തോഷമായിട്ട് അവരിത് ചെയ്തു തരും. കഴിഞ്ഞ മാസമാണ് ഇസ്രായേലിന്റെ ഒരു ഡ്രോൺ ചൈന അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ ഇസ്രായേൽ ആ നിയന്ത്രണം തിരിച്ചു പിടിച്ചു. ഡ്രോൺ അവർ തിരിച്ചു പിടിച്ചു കൊണ്ടുപോയി. അവർ വീണ്ടും അതിന് ഈ ഫയർ വാളൊക്കെ കൊടുത്തിട്ട് വീണ്ടും ആ ഡ്രോൺ രംഗത്തിറക്കി. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഇന്റർനെറ്റ് ലെവൽ. ഈ ICT എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് വെപ്പൺ ഇൻ ദ വേൾഡ്. എവറിഥിങ് ക്യാൻ ബി വെപ്പണൈസ്ഡ്. എവറി ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി വെപ്പണൈസ്ഡ്. ഒരു TV നിങ്ങൾക്ക് ഒരു വെപ്പണാക്കി മാറ്റാൻ പറ്റും. ഒരു കമ്പ്യൂട്ടർ വെപ്പണാക്കി മാറ്റാൻ പറ്റും. ഒരു കീബോർഡ് വെപ്പണാക്കി മാറ്റാൻ പറ്റും. മൊബൈൽ ഫോൺ വെപ്പണാക്കി മാറ്റാൻ പറ്റും. അത് സെൽഫ് ഡിസ്ട്രക്റ്റിംഗ് ആവാം. മറ്റുള്ളവരെ കൊല്ലാനായിട്ട് ഉപയോഗിക്കാം. പരിക്കേൽപ്പിക്കാം. കൊല്ലുന്നതിനേക്കാൾ വലിയ കഷ്ടമാണ് പരിക്കേൽപ്പിക്കുന്നത്. കാരണം പരിക്കേൽപ്പിച്ചാൽ ഇയാളെ ആശുപത്രി കൊണ്ടുപോകണം, ചികിത്സിക്കണം, കൂടെ ഒരാൾ നിൽക്കണം. ഇതുപോലത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. മരിച്ചാൽ എടുത്തിട്ട് കത്തിച്ചിട്ട് വീട്ടുകാർക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ ആ ജോലി കഴിയും.
ഇയാൾ കിടപ്പിലായാലും തീ. അങ്ങനെയാണ് ഹിസ്ബുള്ളക്ക് ഇസ്രായേൽ പണി കൊടുത്തത്. ഹിസ്ബുള്ളക്കാരനെ എല്ലാം ഒന്നും മരിച്ചില്ല, 13,000 പേര് പരിക്കേറ്റു, സീരിയസ് പരിക്കാണ്. എന്ത് ചെയ്യും? ആശുപത്രി കൊണ്ടു. തന്നെയുമല്ല, ഇസ്രായേല് ഹമാസിന് കൊടുത്ത പണിയും ഇങ്ങനെ തന്നെയാണ്. 100,000 ആളുകളെ കിടത്തി 50,000 ആളുകളെ ഉറക്കി. 50,000 ആളുകൾ മണ്ണിനടിയിൽ കിടന്ന് ഉറങ്ങാണ്. 100,000 ആളുകൾ ഹമാസിനെ ശപിച്ച് പരിതപിച്ച് ജീവിക്കുവാണ്. ഇതവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ്. ഇപ്പോൾ പഹൽഗാമില് ഭീകരർ ഇന്ത്യക്ക് ഏൽപ്പിച്ചതും ഇതുപോലെ ഒരു ക്ഷതം തന്നെയാണ്. 29 ആളുകളെ കൊല്ലുന്നത് ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടാണ്. ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ, അത്രയും ആളുകളെ ട്രോമയിലേക്ക് തള്ളിവിടുവാണ്. അവർ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അവർക്കിത് വല്ലാത്ത ഒരു അനുഭവമാണ്, ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത. കാരണം സിനിമാ സ്റ്റൈലിൽ പച്ചയായ മനുഷ്യർ, അതും അവർക്ക് വേണ്ടപ്പെട്ടവർ അവരുടെ കൺമുമ്പിൽ വെച്ചിട്ട് തോക്കിൻ മുമ്പിൽ മരിച്ചു വീഴുവാണ്. ആശുപത്രിയിൽ കൂടെ ഒരാൾ നിൽക്കാം, അവന്റെ ചെലവ്, സുഖമില്ലാതെ കിടക്കുന്നവന്റെ ചെലവ്, ഇതൊക്കെ ആയിട്ട് ഹിസ്ബുള്ളയുടെ നാട്ടിൽ വിടുന്നു. ഇതുപോലെ സൈബർ വാർ ആയിരിക്കണം നമ്മുടെ അടുത്ത നീക്കം എന്ന് ഞാൻ കരുതുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഇതൊരു കാര്യം, ഇതിന്റെ കൂടെ ഒരു കാര്യം കൂട്ടിച്ചേർക്കാതിരിക്കാൻ വയ്യ കേട്ടോ. നമ്മുടെ നാട്ടിലെ പാകിസ്ഥാനികളെല്ലാം ഓരോന്നോരോന്നായിട്ട് തലപ്പത്തി പറഞ്ഞിട്ടുണ്ട്. എം സ്വരാജ്, ശാരദക്കുട്ടി, മനുഷ്യസ്നേഹം, മനുഷ്യാവകാശം, സഹായം, കുട്ടികളുടെ കരച്ചിൽ. ഏത് കുട്ടിയുടെ കരച്ചിലാണ് ഇവർ കണ്ടത്? പെഹൽഗാമിലെ കുട്ടികളുടെ കരച്ചിൽ കണ്ടില്ല. അപ്പൊ ഒന്നും മിണ്ടിയില്ലല്ലോ. സ്ഥിര പരിപാടിയാണ് ഈ ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടി ഗുണ്ടന്മാരുടെ സ്ഥിരം കലാപരിപാടിയാണ്. ഇവര് ഈ ജിഹാദികളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓരോ നമ്പറുമായിട്ട് ഇറങ്ങും. അവർക്ക് സമാധാനം വേണം. ഇപ്പൊ സമാധാനം കിട്ടും. ഭാരതത്തെ മൊത്തം IS-ന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സമാധാനം കിട്ടും. ഉറക്കം നഷ്ടപ്പെടുന്നത് സുഖമായിട്ട്. ആ കൂടെ ശാരദക്കുട്ടിക്ക് സംഭവിക്കുന്നുണ്ടാ? ആ പൊട്ട് വായിച്ചിട്ട് ഒരു മുറുക്കെ ഇടണം, ഇത്രയേ ഉള്ളൂ. അവർക്ക് സന്തോഷമായിരിക്കും. ഈ ഇസ്ലാമിക ഭരണം വരാൻ വേണ്ടിയിട്ട് രാപകൽ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പണിയുകയും ചെയ്യുന്ന ടീമാണ് ഈ സ്വരാജ്, ശാരദക്കുട്ടി ഇത്യാദി വ്യക്തികളെല്ലാം. ഇവരെയൊക്കെ വാസ്തവത്തിൽ പൊതുരംഗത്ത് തുറന്ന് കാണിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. See how crooked they are, how wicked they are, how scheming they are, how they are working for this jihadist and radical Islam. Everybody is a mental slave of radical Islam. എങ്ങനെയാണെങ്കിലും ഭാരതത്തെ നശിപ്പിക്കുക എന്നുള്ള നോട്ടം. ഇസ്ലാം അല്ലാത്തവരെ എല്ലാം, അത് ഹിന്ദു ആയാലും ബൗദ്ധനായാലും ക്രിസ്ത്യാനി ആയാലും ആരായാലും ശരി, അവൻ ഇടിഞ്ഞു പോകണം എന്ന് 24 മണിക്കൂർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന. എന്തൊരു കഷ്ടമാണ്, എന്തൊരു കഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ പാകിസ്ഥാൻകാരുണ്ട് എന്ന് കഴിഞ്ഞ പല വീഡിയോസും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പൊ അവർ തലപൊക്കാൻ തുടങ്ങിയിരിക്കുന്നു. എക്സ്പോസ് ദം നോട്ട് അപ് ടു ദ സ്കിൻ ബട്ട് അപ് ടു ദ ബോൺ മാരോ. തൊലിപ്പുറമെ എക്സ്പോസ് ചെയ്താൽ പോരാ, എല്ലിലെ മജ്ജ വരെ എക്സ്പോസ് ചെയ്യണം. ഇവിടെ അത്രയധികം മനസ്സുകൾ, വെറുപ്പ് നിറഞ്ഞിരിക്കുകയാണ്. അത് ഭാരതത്തോടുള്ള വെറുപ്പാണ്, ഇസ്ലാം ഒഴിച്ചുള്ള മതക്കാരോടുള്ള വെറുപ്പാണ്, അവനവന്റെ നാടിനോടുള്ള വെറുപ്പാണ്. എന്നിട്ട് ഇവർ വലിയ മതിൽ കെട്ടി അകത്ത് പട്ടികയും വളർത്തി താമസിക്കും. പിണറായി വിജയന്റെ ചെലവിൽ ഇവർക്കെല്ലാം ഫ്രീ ആയിട്ട് ശമ്പളം കിട്ടും. അവിടെ ഇവിടെയൊക്കെ SPCSന്റെ സെക്രട്ടറി, ദേശാഭിമാനിയുടെ എഡിറ്റർ, അത് ഇതെന്നൊക്കെ പറഞ്ഞ സ്ഥാനങ്ങൾ കിട്ടും. അത് ഇത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കിട്ടും സ്വന്തം രാജ്യത്തിന് തുരപ്പം വയ്ക്കാനായിട്ട്. എന്തൊരു കഷ്ടമാണെന്നോ. ഏതായാലും ഒരു കാര്യം, ഭൂരിപക്ഷം ഭാരതീയരും, ഇവരെയൊക്കെ തുറന്ന് കാണിച്ചാൽ നമ്മൾ വർഗീയവാദികൾ, നമ്മൾ സംഘികൾ, നമ്മൾ ചാണകങ്ങൾ, നമ്മൾ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, ഇതുപോലെയുള്ള രാജ്യവിരുദ്ധരാകുന്ന കുലദ്രോഹികളെ നമ്മൾ എന്ത് ചെയ്യണം? പിറന്ന മണ്ണിനോടും ജന്മം നൽകിയ മാതാവിനോടും വഞ്ചന കാണിക്കുന്ന ഈ വിഭാഗത്തെ തുറന്നു കാണിക്കേണ്ടത് ഇന്ത്യക്കാർ എന്ന രൂപത്തിൽ നമ്മുടെ നിർബന്ധമായ ബാധ്യതയാണ്. ഇവരുടെ രാജ്യദ്രോഹം തുപ്പാൻ ഇവരെടുക്കുന്ന സാഹചര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സാഹചര്യത്തിൽ തന്നെ ഇത്തരം രാജ്യവിരുദ്ധർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്ന രൂപത്തിൽ കുറച്ചാളുകളെങ്കിലും ഇവരെ മനസ്സിലാക്കണം, തിരിച്ചറിയണം. ഇവരുടെ ഉള്ളിലുള്ള പാകിസ്ഥാൻ പ്രേമവും ഈ രാജ്യം ISISന് എഴുതി കൊടുക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഒരു മനസ്സും ഇവർക്കുണ്ട് എന്ന് കുറച്ചാളുകളെയെങ്കിലും ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് റിസൾട്ടായി. ശരീരം ഇന്ന് ഭാരതീയ സേനയുടെ കൂടെയാണ്. അതാണ് നമുക്ക് ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു സംഭവം. ബട്ട് ഒരു 30% ആൾക്കാർ ഇപ്പൊ ഈ ഓസിഫറസ് ആയിട്ടുള്ളവരാണ് മെല്ലെ പുറത്തിറങ്ങുന്നത്. ഇനിയിപ്പോൾ അത്ര ഓസിഫറസ് അല്ലാത്തവരും അവരുടെ പുറകിൽ വരും. ഒപ്പിയാൻ പ്രസ്ഥാനക്കാർക്ക് ഒരു പ്രസ്ഥാനം ഇറക്കിയിട്ട് അതിന് താഴെ 110 പേര് ഒപ്പിടുന്ന പരിപാടി ഉണ്ടല്ലോ. അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഓരോരുത്തരെ കൊണ്ട് ഒപ്പിടിക്കും. പഴയ ക്രമന്മാരൊക്കെ ഉണ്ട്. ആരെന്ത് കൊണ്ടുവന്നാലും ഒപ്പിട്ടു പരിചയമുള്ളവരാണ്. ഒപ്പിട്ടങ്ങ് കൊടുത്തിട്ട് ഇത് പത്രത്തിൽ കൊടുക്കും. സംയുക്ത പ്രസ്താവന, സാംസ്കാരിക നായകന്മാർ പറഞ്ഞിട്ട് ഇതെല്ലാം ഇറങ്ങുമ്പോൾ കലാപരിപാടി തുടങ്ങിക്കഴിഞ്ഞു. അതിലൊരു കേളികൊട്ട് മാത്രമാണ് ശാരദക്കുട്ടിയും എം സ്വരാജും ഒക്കെ തുടങ്ങിയത്. ഇതുപോലെ കുറെ എണ്ണം ഉണ്ട് ഫേസ്ബുക്കിൽ. ഞാൻ ഇവിടെ പേര് പോലും എനിക്ക് വരുന്നില്ല. വേണമെങ്കിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ വേറൊരു വീഡിയോ അതിനെപ്പറ്റി ചെയ്യാം.
ഈ അവസ്ഥയാണ് കേരളത്തിലുള്ളത്. കേരളത്തിന് പുറത്ത് ഇത്രയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തുമായിക്കോട്ടെ, ഞാൻ ആഗ്രഹിക്കുന്നത് അടുത്തത് സൈബർ വാർ ആയിരിക്കണം. നമ്മളുടെ ഒരു രോമം പോലും നഷ്ടപ്പെടാതെ പാകിസ്ഥാനെ ഛിന്ന ഭിന്നമാക്കുന്ന, തളർത്തിക്കളയുന്ന ഒരു ഇന്റർനെറ്റ് സൈബർ വാർ, വേറിൻ ദ ബാങ്കിങ് സിസ്റ്റം വിൽ ബി ഫെയിൽ, ഇലക്ട്രിസിറ്റി വിൽ ബി ഫെയിൽ. ഒരു ഗ്രിഡ് ഓഫ് ആയി കഴിഞ്ഞാൽ ഓൺ ചെയ്യാൻ പറ്റില്ല. ഓൾ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ആണല്ലോ. അതിന് പറ്റുന്ന രൂപത്തിൽ തലച്ചോറുള്ള യുവതലമുറയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് രക്തം ചിന്താതെ, ഒരു കുടുംബവും കരയാതെ, ഒരു കുടുംബത്തിനും പ്രശ്നമോ പ്രയാസമോ പ്രതിസന്ധിയോ ഉണ്ടാകാത്ത രൂപത്തിൽ ഇവരെ തളയ്ക്കാൻ, ഇവർക്ക് വേണ്ടുന്ന രൂപത്തിൽ ശിക്ഷ നൽകാൻ തീർച്ചയായിട്ടും ഈ രാജ്യത്തിന് സാധിക്കും. നന്ദി.